മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരായ ചർച്ചയ്ക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ CPIM-ഉം CPIM-ലും രംഗത്ത് വന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള വേദിയായി പാർലമെന്റിനെ ഹോം മിനിസ്റ്റർ ഉപയോഗിച്ചുവെന്നാണ് വിമർശനം. മാവോയിസ്റ്റ് പ്രത്യയശാസ്ത്രം വികസനത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ്പോസിൽ പറഞ്ഞു. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എക്സ്കെൻ. കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റിൽ രാജ്യം മാവോയിസ്റ്റ് മുക്തമായെന്ന പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നടത്തിയത്. പക്ഷേ ഈ പാർലമെന്റിൽ ഈ പ്രസംഗം നടത്തുന്ന വേളയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ അതിശക്തമായ വിമർശനം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി. പ്രധാനമായും CPM-നെതിരെയും CPI-ML-നുമെതിരെയാണ് പ്രതിപക്ഷ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഉണ്ടായത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് CPM രൂപീകരിച്ചത് ചൈനയെ പിന്തുണയ്ക്കാൻ വേണ്ടിയാണ്. രാജ്യത്തെ മാവോയിസ്റ്റ് ആശയങ്ങളെ ഈ ഇടതുപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ പിന്തുണച്ചുവെന്ന് അമിത്ഷാ ആരോപിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ പാർട്ടികൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും CPM ചൂണ്ടിക്കാണിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരുടെ സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് ആവശ്യമില്ല എന്നിപ്പോൾ CPM ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ RSSന്റെ നുണയാണ് ഇത്തരത്തിൽ ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ചത്. ഇത്തരം നുണപ്രചാരണങ്ങൾ BJP അവസാനിപ്പിക്കണമെന്നതാണ് CPM ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിനെതിരെയും അതിശക്തമായ വിമർശനം ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രധാനമായും ഇന്ദിരാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ നക്സലുകളെ അനുകൂലിക്കുന്നവർക്കൊപ്പം വേദി പങ്കിട്ടു. ഇന്ദിരാഗാന്ധി നക്സൽ ആശയങ്ങളുടെ പിടിയിലായി നടക്കമുള്ള ആരോപണങ്ങളായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഈ പ്രസംഗത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുമ്പോഴും BJP നേതാക്കളടക്കം അമിത്ഷായെ വലിയ രീതിയിൽ പ്രശംസിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ മാവോയിസ്റ്റുകൾ യുവാക്കളുടെ ഭാവിയെ തകർക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചു, രാജ്യത്തെ വികസനം തടസ്സപ്പെടുത്തിയത് മാവോയിസ്റ്റുകളാണെന്നടക്കമുള്ള ആരോപണങ്ങളാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്നാണ് നിലവിൽ നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച സമയപരിധി അവസാനിക്കുക. എന്നാൽ ഇന്നലെ തന്നെ രാജ്യം മാവോയിസ്റ്റ് മുക്തം എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരുന്നു. ഇനിയും 2 മാവോയിസ്റ്റ് ബാധിത മേഖലകൾ മാത്രമാണ് രാജ്യത്ത് അവശേഷിക്കുന്നത്. ഏകദേശം 100ഓളം മാവോയിസ്റ്റുകളും ഈ മേഖലയിൽ തുടരുന്നുണ്ട്. ഇവരോട് എത്രയും പെട്ടെന്ന് തന്നെ കീഴടങ്ങണമെന്നൊരു ആഹ്വാനം കൂടി ഇപ്പോൾ സുരക്ഷാ സേനകൾ നൽകിയിരിക്കുകയാണ്. എന്തായാലും രാജ്യം മാവോയിസ്റ്റ് മുക്തമായ എന്ന ആഹ്വാനം കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി നടത്തി. പക്ഷേ ഈ പ്രസംഗത്തിൽ നടത്തിയ വിമർശനങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയായിരിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.